ലൈഫ് മിഷൻ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ പ്രീ ഫാബ്രിക്കേറ്റഡ് ഫ്ളാറ്റ് സമുച്ചയം അപകടാവസ്ഥയിലാണ്. ഇടുക്കി തൊടുപുഴ കരിമണ്ണൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച 4 നില ഫ്ളാറ്റാണ് 2 വർഷം കൊണ്ട് അപകടാവസ്ഥയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലും ആദ്യ നിലയിലെ മേൽക്കൂര നിലം പതിച്ചതോടെ ഭീതിയിൽ കഴിയുകയാണ് 42ഓളം കുടുംബങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകിയ 4 നില ഫ്ളാറ്റ് ഇടുക്കിയുടെ കാലാവസ്ഥയ്ക്ക് ഒട്ടും അനുകൂലമല്ലാത്ത നിർമ്മാണമാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. കോൺക്രീറ്റിനും കല്ലുകൾക്കും പകരം ചിലവ് കുറച്ച് മുൻകൂട്ടി നിർമ്മിച്ച കനം കുറഞ്ഞ സാമഗ്രികൾ ചേർത്തുള്ള നിർമ്മാണം. ആദ്യ നിലയിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര ശക്തമായ മഴയിലും കാറ്റിലും 2 ദിവസം കൊണ്ട് നിലം പതിച്ചു. വെള്ളം വീണാൽ എപ്പോൾ എല്ലാം തന്നെയാണ് മറ്റേ ഇത് ഒരു ബേസ്ബോൾ ബോർഡ് സംഭവം ഇത്. ഇത്തരം ഭവന നിർമ്മാണം കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുകൂലമല്ലെന്ന് പദ്ധതിക്ക് രൂപരേഖ നൽകിയവർ തിരിച്ചറിയാതെ പോയതിനാലാണ് ഇവിടുത്തെ 42 കുടുംബങ്ങൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. ഇത് വാർക്കെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഇത് നിൽക്കാൻ തന്നെ ഇപ്പം നിലവിൽ പേടിയാണ്. ഇത് സാധനം നമ്മൾ സാധാരണ വാർക്ക പുറത്ത് ചവിട്ടിയ വെള്ളം മുകളിലേക്ക് കൊണ്ടുപോയി ഞാൻ കണ്ടിട്ടില്ല. നേരെ തിരിച്ചാണ് അപ്പോൾ ഇത് കുമള ചവിട്ടുമ്പോൾ വെള്ളം മുകളിലേക്ക് കുമള പൊങ്ങുക. പക്ഷേ സംഭവം എന്നാ വെച്ചാൽ ഇത് അവർ അടിയിൽ എന്തോ തകിട് പോലെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് പരിക്കനിട്ട് ഗ്രൗണ്ട് വഴി സംഭവം. ഇത് വാർക്കയില്ല ഇത് നേരത്തിൽ. ഇനി ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കും ഇത് ആടിക്കൊന്നും അറിയാൻ പാടില്ല. 2020 നിർമ്മിച്ച 4 നില കെട്ടിടത്തിന്റെ മുക്കും മൂലയും മഴയിൽ ചോർന്നൊലിക്കുന്ന കാഴ്ചയാണിത്. ഈ മഴക്കാലത്തും ഓരോ ദിവസവും ഇവർ ഭീതിയിലാണ് കഴിഞ്ഞു പോകുന്നത്. ഇത് ഇവർ നന്നാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴും ഈ സാധനം തന്നെയാണ് അവർ പിടിപ്പിക്കുന്നത്. ഇത് തന്നെ പിടിപ്പിച്ചാലും ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് പേപ്പറായി സാധനം. ഇതുപോലത്തെ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്ന ചോക്ക് പോലെ ഈ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇതൊക്കെ വെച്ചൊരു കെട്ടിടം പണിയുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അവർ പറഞ്ഞു ഗുജറാത്ത് സ്റ്റൈലാണ്. അവിടെ മഴയില്ലായിരിക്കാം, കേരളത്തിൽ അങ്ങനെയാണോ? ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ സംഭവം. അതുപോലെ തന്നെ ഇത് ഇപ്പം എൻ്റെ വീട്ടിലും വെള്ളം ഒഴുകുന്നു. ഞങ്ങൾ പേടിച്ചാണ് വീട്ടിൽ കിടക്കണേ. എപ്പോഴാണ് ഇത് നെഞ്ചത്ത് വന്നിരിക്കണേ നമുക്കറിയാൻ പറ്റത്തില്ല. അതുപോലെ പേടിച്ച് തന്നെ നമ്മൾ കിടക്കണം. അവർ പറയുന്നത് എന്തും നമ്മൾ അംഗീകരിച്ചോണം, അതാണ് അവരുടെ നടപടി. പക്ഷെ നമുക്കതിന് പറ്റത്തില്ല. കാര്യം ഇത്ര ആൾക്കാർ, അമ്മമാർ, കുഞ്ഞി പിള്ളേർ എല്ലാവരും കിടക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇവരെയൊന്നും എടുത്തുകൊണ്ട് പോയി നടക്കാൻ പറ്റുന്ന കാര്യമല്ല. 2014 കിളിയറ ഭാഗത്ത് വാങ്ങിയ 2.25 ഏക്കറിലെ 50 സെന്റ് സ്ഥലത്തായി 5,99 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. ഓരോ കുടുംബത്തിനും 3 ബെഡ്റൂം, കിച്ചൺ, ഹാൾ എന്നീ സൗകര്യങ്ങളാണുള്ളത്. ഇവിടെയൊക്കെയും ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ്. മൊത്തം ചോർച്ചയായിട്ടല്ല അവർ പറയുമ്പോൾ മാറിക്കോ, വേറെ റൂം വരാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് മാറിയാലെല്ലാം ശരിയല്ലേ. നമ്മൾ കേടാന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് 4 ആണി വെച്ച് തന്നു നമ്മുടെ പേരുടെ അവിടെ. എന്നിട്ട് മാറിക്കൊള്ളാനാണ് പറഞ്ഞത്. ഞങ്ങളങ്ങോട്ട് പോകാനാ. പഞ്ചായത്ത് ഒത്തിരി പരാതി പറഞ്ഞ വരുമ്പോൾ അവരൊന്ന് നോക്കി ആരെങ്കിലും വിടും. അവർ വന്ന് എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെ പിള്ളേരെടുത്തിന് എങ്ങോട്ട് പോകുമെന്നുള്ള പേടിയില്ല ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കിടക്കല്ല. ഒരു സെൻറ്റ് ഭൂമിയോട് ഞങ്ങൾക്കില്ല. പഞ്ചായത്ത് പരാതി പറയുമ്പോൾ അവർ നന്നാക്കി തരാം എന്നൊക്കെ അവർ പറയുന്നത്. അവരൊന്ന് ഈ സമയം ഒന്ന് വിളിച്ചന്വേഷിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കരിമണ്ണൂർ പഞ്ചായത്ത് റോഡിനരികിലൂടെ ദുർഘട പാതയിലൂടെ ഏറെ ഉള്ളിലേക്കുള്ള സ്ഥലത്താണ് കുടുംബങ്ങൾക്കായി സർക്കാർ ലൈഫ് പദ്ധതിയിൽ ഫ്ളാറ്റ് നൽകിയത്. കുടിവെള്ളത്തിനായി പോലും ഈ കുടുംബങ്ങൾ മൈലുകൾക്കപ്പുറം മറ്റു വീടുകളെ ആശ്രയിക്കണം. അറ്റകുറ്റപ്പണിയിലോ തുടർന്നുള്ള കാര്യങ്ങളിലോ പഞ്ചായത്ത് ഭാഗമല്ലെന്ന് കരിമണ്ണൂർ പഞ്ചായത്ത് അധികൃതർ പറയുന്നു. കരാറെടുത്ത കമ്പനിക്കാണ് ഉത്തരവാദിത്തമെന്നും പരിഹാരം കാണേണ്ടത് കരാറുകാരാണെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ച പ്രീ ഫാബ്രിക്കേറ്റഡ് ഫ്ളാറ്റ് സമുച്ചയം എന്ന പേരിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ആദ്യമായി നിർമ്മിച്ച ഒരു ഫ്ളാറ്റാണിത്. അവിടുത്തെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. എല്ലാ മുറിയിലും ചോർച്ചയാണ് ഇപ്പോൾ ഉള്ളത്. ശക്തമായ കാറ്റും മഴയും വന്നാൽ ജീവനും കയ്യിൽ പിടിച്ചാണ് ഇവിടെയുള്ളവർ അന്തിയുറങ്ങുന്നത്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.